നമസ്കാരം. വേദിയിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എൻ്റെ പേര് വിനോദ്. സാറ് പറഞ്ഞു നമുക്ക് പ്രോഗ്രാം തുടങ്ങാൻ അല്പം വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ ഒരു കാലാവസ്ഥ, റോഡാണെങ്കിൽ പതിവില്ലാത്ത ഭയങ്കരമായൊരു ട്രാഫിക്കും, അപ്പോൾ എല്ലാം കൂടെ ഇപ്പം ഡോക്ടറും കുറച്ച് ഡിലേ വന്നു. പക്ഷേ ആ താമസം ഒരു താമസമല്ലാതെ നിങ്ങൾക്ക് വരുന്ന കുറച്ച് നിമിഷങ്ങളിൽ ആ മഹത് വ്യക്തിയുടെ നാവിൽ നിന്ന് നിങ്ങൾ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ സജീവ് കുമാർ. ഞങ്ങൾ സാധാരണ പറയാറുള്ള ഒരു ഭാഷ പറയുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കാരണം 10 തലയുള്ള മനുഷ്യൻ രാവണൻ എന്നൊക്കെയാണ് ഞങ്ങൾ സാധാരണ വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അദ്ദേഹം 300 വർഷം ആയുർവേദ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ പുതിയ തലമുറയിലെ ഡോക്ടറാണ്. എത്നോ മെഡിസിനിലെ റിസർച്ചറാണ്. എത്നോ മെഡിസിൻ കളകളും അതുമായിട്ട് ബന്ധപ്പെട്ട പഠനമാണ്. എത്നോ മെഡിസിനിൽ സസ്യങ്ങൾ മാത്രമല്ല, മൃഗങ്ങളും അനിമൽ ഇതുമൊക്കെ വരുന്നുണ്ട്. അതിൽ ആധികാരികമായിട്ട് അറിവുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ എന്താണെന്ന് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാവും. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ അറിവ് നിസ്സാരമല്ല. കാരണം എങ്ങനെ അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാം, എങ്ങനെ രോഗങ്ങളെ തടയാം, എങ്ങനെ രോഗങ്ങളെ തടഞ്ഞു നിർത്താൻ വരാതെ വന്ന രോഗങ്ങളെ എങ്ങനെ നമുക്ക് ക്യൂർ ചെയ്യാം. കാരണം കഴിഞ്ഞ 20 വർഷത്തെ 25 വർഷത്തെ കണക്കെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കണം, ഒരു കുറവും വന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, പല്ല് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ മാവിലയിട്ട് പല്ല് തേക്കണം. പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്നത് മാവിലയിട്ട് പല്ല് തേച്ചാൽ ബാക്ടീരിയ നശിക്കും. അതുപോലെ ഈ ആര്യവേപ്പിൻ്റെ കമ്പ് നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും ധാരാളം ഉപയോഗിക്കുന്നതാണ്. അത് ബാക്ടീരിയ നശിപ്പിക്കും. ഇന്ന് നമുക്കറിയാം, പരസ്യം കാണുന്നുണ്ട് നമ്മളൊക്കെ, കോൾഗേറ്റിൻ്റെ പുതിയ പരസ്യം. ഷുഗർ പേഷ്യൻറ്റിന് വായിൽ മോണയിൽ അല്ലെങ്കിൽ വായിൽ ഏറ്റവും കൂടുതൽ ബാക്ടീരിയ ഉണ്ടാകുന്നു, ബാക്ടീരിയ നശിപ്പിക്കാൻ ഞങ്ങളുടെ പുതിയ പ്രോഡക്റ്റ് 150 രൂപ വില വരുന്ന കോൾഗേറ്റ് പുതിയ സാധനം ജെല്ലിറക്കിയിട്ടുണ്ട്. അത് അവൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം ബാക്ടീരിയ ഉണ്ടാകുന്നു, അത് നശിപ്പിക്കാൻ ജഗദീശ്വരൻ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നിട്ടുണ്ട് സാധനം. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് കേട്ട വലിയ മഹത്തായ മറ്റൊരു അറിവ്, ഞങ്ങൾ കഴിഞ്ഞ നവംബർ 26-ാം തീയതി വിതിരയിലൊരു കളസദ്യ നടത്തി. അപ്പം നമ്മളാണത് കണ്ടക്ട് ചെയ്തത്. ആ കളസദ്യ ഇവിടെ ഇരുന്ന് കഴിച്ച കുറേ പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ നാവിൽ നിന്ന് അതിൻ്റെ രുചി പോയിട്ടില്ല ഇപ്പോഴും. അതിൽ ഈ സാധനങ്ങൾ പലതും പർച്ചേസ് ചെയ്ത് കൊടുത്ത ബില്ലെൻ്റെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഒരു സദ്യയിൽ സാധാരണ ഉപയോഗിക്കുന്ന മസാല, ഒരു മസാല അദ്ദേഹം അതിനെ തൊട്ടിട്ടില്ല. പഞ്ചസാര ഉപയോഗിച്ചിട്ടില്ല, ശർക്കരയാണ് ഉപയോഗിച്ചത്. ഉപ്പ്, പൊടിയുപ്പ് ഉപയോഗിച്ചിട്ടില്ല, കല്ലുപ്പാണ് ഉപയോഗിച്ചത്. എണ്ണ ഏറ്റവും നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. ഒരു മസാല അതിനകത്തില്ലാതെ ഇത്രയും ഗംഭീര രുചിയിലൊരു സദ്യ, അത് അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. ഹെർബോ ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത കളകളെ എങ്ങനെ രുചികരമായ ആഹാരമാക്കാം. കളകൾ എന്ന് പറഞ്ഞ് നമ്മൾ കളയുന്ന ചില സസ്യങ്ങളെടുത്ത് പക്കാവട ഉണ്ടാക്കി കുട്ടിയൊക്കെ 4 മണിക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ ശരീരത്തിനുണ്ടാകുന്ന ബെനിഫിറ്റ്. ഇന്ന് നമ്മളൊക്കെ കേട്ടറിഞ്ഞത് എണ്ണ ഉപയോഗിക്കാൻ പാടില്ല, വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല. ആര് പറഞ്ഞ് പഠിപ്പിച്ച പാഠമാണ്? വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല, പകരം പാം ഓയിൽ ഇറക്കുമതി ചെയ്ത് കൊണ്ട്. ഡോക്ടർ പറയും മുലപ്പാൽ പോലെ ഔഷധമുള്ളതാണ് വെളിച്ചെണ്ണ എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ അതാണ് ഡോക്ടർ സജീവ് കുമാർ. അദ്ദേഹം നിയമസഭയിൽ ഈ കളസദ്യ നടത്തിയതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ കളസദ്യ ലോകം മുഴുവൻ അറിയപ്പെട്ടു തുടങ്ങിയത്. അത് യൂട്യൂബിൽ നിന്ന് ആ വീഡിയോ ലഭ്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സാമാജികരും മറ്റ് നിയമസഭയിലെ എല്ലാ ഉദ്യോഗസ്ഥരും ആവോളം രുചിച്ചുകൊണ്ട് ഒറ്റ മനുഷ്യൻ്റെ ഇലയിൽ ബാക്കി വേസ്റ്റില്ല, ഒരു സാധനമില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കളസദ്യ. അന്ന് കേട്ടത് 7 ആംബുലൻസ് പുറത്തുകൊണ്ട് നിർത്തിയിട്ടാണ് ആ സദ്യയ്ക്ക് അനുമതി കൊടുത്തത്. പക്ഷേ അന്നത്തെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീരാമകൃഷ്ണന് ഡോക്ടറുമായിട്ടുള്ള പേഴ്സണൽ ബന്ധം വെച്ചുകൊണ്ട് ശ്രീരാമകൃഷ്ണൻ അറിയാം അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ എന്താണെന്ന്, അദ്ദേഹത്തിൻ്റെ കാലിബർ എന്താണെന്ന്, അദ്ദേഹത്തിൻ്റെ കളസദ്യയുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിൻ്റെ ആശയം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് 7 ആംബുലൻസ് പുറത്തുണ്ട്. മറ്റാർക്കും അറിയില്ല. കാരണം 7 ആംബുലൻസ് പുറത്തുകൊണ്ട് ഇട്ടിട്ടാണ് അന്ന് സദ്യ നടന്നത്. കാരണം അതിലെ വിഭവങ്ങൾ മഷിത്തണ്ടും ചൊറിയണവും ഒക്കെയായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ കഴിച്ചതാണ്. അപ്പോൾ ആ ഒരു ആശയമാണെന്ന് ഇവിടുത്തെ ബഹുമാനപ്പെട്ട മഹത് വ്യക്തിത്വങ്ങളുടെ മുമ്പിൽ നമ്മൾ വരുന്നത്. നമുക്കൊന്ന് വളരെ ഭാഗ്യം ചെയ്തതാണ്. കാരണം ഡോക്ടർ തിരക്കാണ്. ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിച്ചപ്പോൾ അദ്ദേഹം തിരുപ്പൂരാണെന്ന് പറഞ്ഞു. തിരുപ്പൂരിൽ നിന്ന് ഇങ്ങനെ ഇന്ത്യ മുഴുവനും ഓടിക്കൊണ്ടിരിക്കുന്നു. നാളെ ലോകം അദ്ദേഹത്തെ ആദരിക്കാൻ പോകും. ലോകത്തിന് മുഴുവൻ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. ഈ ആശയം ലോകത്തേക്ക് എത്തിയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുപോലെ ഡോക്ടർ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിലെ എല്ലാ മിനിസ്റ്റർമാരെയും അദ്ദേഹത്തിന് പേഴ്സണലി അറിയാം. അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് കേട്ടതാണ്. കാരണം അവർ പല ആൾക്കാരും അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ അദ്ദേഹത്തോടൊപ്പം കഴിയുന്നവരാണ്. പലപ്പോഴും പാലക്കാട് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പോകുന്നവരാണ്. ഈ ഒരു ആശയം ഇന്ന് മഹാഭാഗ്യമാണ്. ഇന്ന് തിരുവനന്തപുരത്തിന് വീണ്ടും കിട്ടിയത്. ഞങ്ങൾ എല്ലാ മാസവും 3-ാമത്തെ ശനിയാഴ്ച ഡോക്ടർ നമുക്ക് വേണ്ടി ഏതാനും മണിക്കൂറുകൾ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയത്ത് നിന്ന് മാറ്റി തന്നിട്ടുണ്ട്.
അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സീനിയർ സിറ്റിസൻ്റെ ഈ വേദിയിലും ഇങ്ങനൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം കിട്ടിയത്. എന്തായാലും ഇന്ന് എത്തിച്ചേർന്നവർക്കെല്ലാം ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം തുടങ്ങുന്നത്. ഇപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് നമുക്ക് ഡോക്ടറുടെ വാക്കുകളിലേക്ക് എത്താം. സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിൻ്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമായ വിജയമ്മ മാഡം, നമുക്ക് ഏവർക്കും അങ്ങേയറ്റം എത്രത്തോളം നമ്മൾ അദ്ദേഹത്തെ വിലമതിക്കുന്നു എന്നറിയില്ല. ഡോക്ടർ സജീവ് കുമാർ സാർ, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരിക, നിങ്ങൾ അതിനിടയ്ക്ക് ആൾറെഡി ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇത് ഒരു TV ഓൺലൈൻ ചാനൽ ഇത് കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൂത്രധാരൻ, അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ശ്രീകുമാർ സാറാണ് അതിൻ്റെ ആ ചാനലിൻ്റെ പ്രധാന ആൾ. വന്നെത്തിയിരിക്കുന്ന മറ്റ് ബഹുമാന്യരെ, ഇനിയും ആൾക്കാരെത്തുന്നുണ്ട്. ഔപചാരികമായിട്ട് സ്വാഗതം പറയുന്നതാണ് എൻ്റെ കർത്തവ്യം. പിന്നെ നമ്മുടെ സയൻറ്റിസ്റ്റാണ്, അദ്ദേഹത്തെക്കുറിച്ച് ചെറിയ വരാനിരിക്കുന്ന ചില സൂചനകൾ മാത്രമാണ് ശ്രീ വിനോദ് നിങ്ങൾക്ക് തന്നത്. എൻ്റെ മനസ്സിലാകുന്നുമല്ല, അത് ഞാനിവിടെ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് പലർക്കും വിശ്വാസം. പക്ഷേ സ്വകാര്യ സംഭാഷണത്തിൽ ഞാനത് ചിലരോടൊക്കെ കൈമാറിയിട്ടുണ്ട്. അത് ലോകം കാണാൻ പോകുന്നതാണ്. ലോകം ഒട്ടാകെ അദ്ദേഹത്തിൻ്റെ ചിത്രം ഉൾപ്പെടെയുള്ള വാർത്ത ലോകത്തിലെ എല്ലാ ചാനലുകളും പ്രസിദ്ധീകരിക്കുന്ന ഒരു ദിവസം വരും. എനിക്ക് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ 2022 വേൾഡ് ഹെൽത്ത് ഡേ, ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ, ആ വർഷത്തെ IMAയുടെ പ്രോഗ്രാം, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഔപചാരിക പ്രോഗ്രാം നടന്നത് ഏപ്രിൽ 7-നല്ല, ഏപ്രിൽ 8-നാണ്. IMAയുടെ ഹെഡ്ക്വാർട്ടേഴ്സായ ആനേറയിലുള്ള അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് പ്രോഗ്രാം നടന്നത്. ആ വേദിയിൽ വെച്ച് IMA എന്ന് പറയുന്ന ഡോക്ടർമാരുടെ മഹത്തായ സംഘടന എനിക്കൊരു മെമൻറ്റോ നൽകി എന്നെ പ്രത്യേകിച്ച് അപ്രീസിയേറ്റ് ചെയ്തു, എൻ്റെ ആരോഗ്യ മേഖലയിലെ എൻ്റെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ട്. ആ അംഗീകാരത്തിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ന് വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ ഞാൻ ഈ നേരത്തെ പറയുന്ന IMA പോലുള്ള സംഘടനയിലെ ഡോക്ടർമാരുൾപ്പെടെയുള്ള സംഘടനകൾ ഒരുപക്ഷെ എത്നോ മെഡിസിൻ എന്ന് പറയുന്ന ശാഖയെ സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ ഇടയുണ്ട്. അവരെക്കുറിച്ച് നന്നായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അതൊക്കെ മാറ്റിവെച്ചിട്ട് തന്നെ പറയും, ബട്ട് ദ വേൾഡ് ഹാസ് ടു അക്സെപ്റ്റ് ട്രൂത്ത്. സത്യം ലോകത്തിന് അംഗീകരിക്കേണ്ടി വരും. ഇവിടെ ഡയബറ്റിക്സ് പേഷ്യൻസ് എത്ര പേരുണ്ട്? ഒന്ന് കൈ ഉയർത്താമോ? താങ്ക് യു. എന്തുകൊണ്ടാണ് ഞാനൊരു 5 മിനിറ്റ് എടുക്കുകയാണ്, ക്ഷമിക്കുക. കാരണം ഡോക്ടർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്ടർ പറയുകയില്ല. ഡോക്ടറുടെ സംസ്കാരം അതല്ല. പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളുടെ പ്രവർത്തനം നിലച്ചു പോകുന്നതാണ് ഇതിന് മൂലകാരണം. അപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയില്ല. അപ്പോൾ രോഗാവസ്ഥയിൽ നമ്മൾ മോഡേൺ മെഡിസിനിൽ അഭയം പ്രാപിക്കുകയാണെങ്കിൽ നമുക്ക് ചികിത്സ തരുന്നു. ഇന്ത്യയിലെ 30% പോപ്പുലേഷനിൽ ഏകദേശം 30% ഡയബറ്റിക്സ് പേഷ്യൻസോ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക്സുകാരോ ആണ്. പ്രീ ഡയബറ്റിക്സുകാർ 2 വർഷത്തിനുള്ളിൽ ദേ വിൽ ബി ഡിക്ലെയർഡ് ആസ് ഡയബറ്റിക്സ് പേഷ്യൻസ്. ഇത് എൻ്റെ കണക്കല്ല, IMAയുടെയും ഡോക്ടർമാരുടെ സംഘടനകളുടെയും സർവേയിൽ കണ്ടെത്തിയ ഫലമാണ് ഞാൻ പറയുന്നത്. 30% സ്ത്രീകൾക്ക് PCOD ഉണ്ട്. ഈ പറയുന്ന ആ ആനുപാതികമായിട്ടുള്ള ആ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ മെഡിക്കൽ മേഖലയുടെ സഹായം വേണം. ഈ മെഡിക്കൽ മേഖലയുടെ സഹായത്തിന് തൊട്ട് മുമ്പ് സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം,
ഈ വർഷം 2023 ജാനുവരി 8 എനിക്ക് കിട്ടിയ ഒരു അറിവ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. എനിക്ക് അറിവ് പകർന്നു തന്നത് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിൻ്റെ ഞങ്ങൾ പാലക്കാട് ഈ പറഞ്ഞ 8-9 ദിവസങ്ങളൊരു ക്യാമ്പ് നടത്തി, 2 ഡേ വർക്ക്ഷോപ്പ്. ആ വർക്ക്ഷോപ്പിൽ വയോജനങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ പ്രൊഫസറായ ഡോക്ടർ ശുദ്ധോദനൻ സാറിനെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം ആമുഖമായിട്ട് പറഞ്ഞത് എനിക്ക് 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ, ആ സമയം കഴിയുമ്പോഴേക്കും മറ്റൊരു വേദിയിലേക്ക് പോകണം. പക്ഷേ അദ്ദേഹം ഞങ്ങളുടെ വേദിയിൽ ആസ്വദിച്ച് കേട്ടിരിക്കുന്നത് കൊണ്ട് 1.5 മണിക്കൂർ നിന്നു. അദ്ദേഹം പറഞ്ഞാൽ ഒരു കാര്യം മാത്രം ഞാനിവിടെ പറയുന്നു. നിങ്ങളിൽ പലരും ന്യൂറോബയോൺ എന്ന് പറയുന്ന മെർക്കിൻ്റെ വൈറ്റമിൻ സപ്ലിമെൻ്റ് ഉപയോഗിക്കുന്നവരുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ? ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളവർ ധാരാളം പേരുണ്ടാവും, ഉപയോഗിക്കുന്നില്ലെങ്കിലും. ബിലീവ് മീ, ഞാൻ ശുദ്ധോദൻ സാറിനെയാണ് കോട്ട് ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി മെഡിസിനിലെ പ്രൊഫസറാണ്. നമ്മൾ കഴിക്കുന്ന ഫാർമാസ്യൂട്ടിക്കൽ കമ്പനികളുടെ മരുന്നിൻ്റെ ഒന്നിൻ്റെയും അബ്സോർപ്ഷൻ 30% ശരീരത്തിൽ, മനുഷ്യ ശരീരത്തിൽ നടക്കുകയില്ല. എക്സാമ്പിൾ പറഞ്ഞത്, ഏറ്റവും കൂടുതലായിട്ട് ലോകമൊട്ടാകെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ന്യൂറോബയോണാണ്. പക്ഷേ നാച്ചുറൽ പ്രോഡക്ട്സ്, പ്രകൃതിദത്തമായിട്ട്, അത് മരുന്നായിക്കൊള്ളട്ടെ, ഫുഡ് സപ്ലിമെൻ്റ് ആയിക്കോട്ടെ, ഇറ്റ് വിൽ ബി അബ്സോർബ്ഡ് ബൈ ദ ബോഡി ഇൻ 100%. ഞാനല്ല പറഞ്ഞത്, ഡോക്ടർ ശുദ്ധോദനൻ സാറാണ്. അവിടെയാണ് ഇതിൻ്റെ നേരത്തെ ശ്രീ വിനോദ് ആമുഖത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിങ്ങൾ കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഡയബറ്റീസിലേക്ക് ഒരു സൂചന കൂടെ തന്നിട്ട്, അപ്പോൾ പിന്നെ മോഡേൺ മെഡിസിനിൽ പിന്നെ രോഗം വന്ന് നമ്മൾ ചികിത്സ തുടങ്ങുന്നു. ഈ ക്രമേണ രോഗം ഇന്ന് വരെ ലോകത്തിൽ എവിടെയെങ്കിലും ഡയബറ്റിസ് രോഗം പൂർണ്ണമായിട്ടും മോഡേൺ ചികിത്സയിലൂടെ മാറിയതായിട്ട് നിങ്ങൾ ആർക്കെങ്കിലും അറിയാവോ? കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ എൻഡോക്രൈനോളജിസ്റ്റ് എന്ന് പറയുന്നത് ഡോക്ടർ ജബ്ബാർ സാറാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയബറ്റീസിൻ്റെ ഡയറക്ടറാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആണ്. 2014 ഞാൻ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു തിരുവനന്തപുരത്തെ ഒരു പ്രധാന പ്രവർത്തകരിൽ ഒരാളാണ്. ആരോഗ്യ സമിതിയുടെ തിരുവനന്തപുരം മേഖലയുടെ ആരോഗ്യ സമിതിയുടെ 4 വർഷം തുടർച്ചയായിട്ട് അതിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കാൻ അസുലഭമായ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ നേരിൽ പോയി കണ്ടിരുന്ന ഒരു സർവേയുടെ ഭാഗമായിട്ടാണ് തൈറോയ്ഡ് പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട്. ദിവസവും മരുന്ന് മത്സ്യം ഇല്ലാതെ ആഹാരം കഴിക്കാത്ത ഒരു പ്രത്യേക ജനവിഭാഗമുണ്ട് തിരുവനന്തപുരം നഗരത്തിനകത്ത്. 90% ആളുകൾക്കും തൈറോയ്ഡ് പ്രോബ്ലം. അതെൻ്റെ കാരണം അന്വേഷിച്ചാണ് പോയത്. കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ AIR രാവിലെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ പ്രോഗ്രാം ഉണ്ട്, 10 മിനിറ്റ് വീതം. അതിലൊരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ടോക്കായിരുന്നു. അത് പിന്നീട് റിപ്പീറ്റായിട്ട് എനിക്ക് കേൾക്കാനായിട്ട്. അദ്ദേഹം പറഞ്ഞത്, ഡയബറ്റിസ് എന്ന് പറയുന്നത് ഒരു ക്രോണിക് ഡിസീസാണ്. അതിനെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുകയില്ല, കൺട്രോൾ ചെയ്ത് നിർത്താം. ഇത് മോഡേൺ ചികിത്സയുടെ ഭാഗമാണ്. അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ ആ പാൻക്രിയാസിനെ, ബീറ്റാ സെൽസിനെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ശരീരത്തിൽ പ്രകൃതിദത്തമായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ മാർഗം ഇന്നുണ്ട്. അതിൻ്റെ വിജ്ഞാതാവാണ് ഇരിക്കുന്ന മഹാശാസ്ത്ര പ്രതിഭ. ഇൻസുലിൻ, ഇത് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇൻസുലിൻ നമ്മൾ കൃത്യമായിട്ട് എടുക്കുന്നു അല്ലേ? ഈ ഇൻസുലിൻ ശരീരത്തിൽ മുഴുവൻ അബ്സോർബ് ചെയ്യൂ? ഇല്ല. ഇൻസുലിൻ റിസപ്റ്റർ എന്ന് പറയുന്ന ഒരു ഘടകം നമ്മുടെ ഓരോ കോശത്തിലുമുണ്ട്. ഇത് എത്ര പേർക്കറിയാം? നേരത്തെ കൈവക്കിയ ഡയബറ്റീസ് പേഷ്യൻസിൽ എത്ര പേർക്കറിയാം ഇൻസുലിൻ റിസപ്റ്റർ എന്ന് പറയുന്ന ഘടകം നമ്മളുടെ ശരീരകോശത്തിലുണ്ടെന്ന്? അറിയാവുന്ന എത്ര പേരുണ്ടോ? ഇതാണ് ഞാൻ നേരത്തെ എന്നെ അപ്രീസിയേറ്റ് IMA ഉൾപ്പെടെയുള്ള സംഘടനയിലെ ഡോക്ടർമാരെ, ഞാൻ സംഘടനയൊന്നുമല്ല കുറ്റം പറയുന്നത്, ഡോക്ടർമാർ ഇതിനെക്കുറിച്ച് ആർക്കും വിശദമായിട്ടൊന്നും ഇത് സത്യാവസ്ഥയൊന്നും പറഞ്ഞു കൊടുക്കണം. അവർക്ക് ചിലവാക്കേണ്ടത് ഫാർമാസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഔഷധങ്ങളാണ്. ഔഷധങ്ങൾ, ഞാൻ ഈ ഗ്രൂപ്പിനകത്ത്
സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിൻ്റെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിന് നേരത്തെ ഷെയർ ചെയ്ത ഒരു പത്രവാർത്ത ഇന്ന് ഒന്നുകൂടി ഷെയർ ചെയ്യും. ആവശ്യമുള്ളവരെന്നെ സമീപിച്ചു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതൊരു പത്രപ്രസ്താവനയാണ്. നിങ്ങൾ മെഡിക്കൽ കൗൺസിൽ എന്ന് കേട്ടിട്ടുണ്ട്, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ, നഴ്സിംഗ് കൗൺസിൽ കേട്ടിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കും നഴ്സിംഗ് കൗൺസിലുണ്ട്, മെഡിക്കൽ കൗൺസിലുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ചുള്ള കോർഡിനേഷനാണ് ദേശീയ മെഡിക്കൽ കൗൺസിൽ, ദേശീയ നഴ്സിംഗ് കൗൺസിൽ, ദേശീയ ഫാർമസി കൗൺസിൽ. ആ ഫാർമസി കൗൺസിലിൻ്റെ എന്താണ് ഫാർമസി കൗൺസിലിൻ്റെ ലക്ഷ്യം? ഫാർമാസ്യൂട്ടിക്കൽ കമ്പനികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കേണ്ടത് ദേശീയ കൗൺസിൽ, ഈ പറയുന്ന ദേശീയ കൗൺസിൽ. ആ ദേശീയ കൗൺസിലിൻ്റെ ഫാർമാസ്യൂട്ടിക്കൽ അതോറിറ്റിയുടെ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ സുരേഷ് എന്ന് പറയുന്ന ആളുടെ പ്രസ്താവനയുടെ ഒരു വാചകം മാത്രം ഞാനിവിടെ പറയുന്നു. ഇവിടുത്തെ കിടപ്പ് രോഗികളുടെ 35% ഫാർമാസ്യൂട്ടിക്കൽ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്ന് അല്ലെങ്കിൽ ഔഷധം സേവിച്ചതിൻ്റെ പാർശ്വഫലമാണ്. ഞാനല്ല പറഞ്ഞത്, ആധികാരികമായിട്ട് പറയാൻ അർഹതപ്പെട്ട ഫാർമാസ്യൂട്ടിക്കൽ കൗൺസിലിൻ്റെ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ സുരേഷാണിത് പറഞ്ഞത്. ഒരു 10-15 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ അദ്ദേഹം ഇതിനിടയ്ക്ക് ഏതെങ്കിലും പാണ്ടിലോറി കയറി മരണമടയുമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. അദ്ദേഹത്തെ കേരളത്തിലെ മെഡിക്കൽ ധാരാളം സുഹൃത്തുക്കൾ എനിക്കുണ്ട്. മിസ്റ്റർ രാജേഷ് രാജു, അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്. ഇവരെല്ലാം ഫാർമാസിക്കൽ എന്താണ് റെപ്രസെൻറ്റേറ്റീവ്സാണ്. ഈ റെപ്രസെൻറ്റേറ്റീവ്സിന് മുഴുവൻ ഓൺലൈനിലൂടെ അദ്ദേഹത്തെ കൊട്ടി ബാക്കി വെച്ചിട്ടില്ല. ഞാൻ അത്തരം ഒരു ഗ്രൂപ്പിലെ അംഗമാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് പ്രകൃതിദത്തമായ ആഹാര പദാർത്ഥങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഔഷധ ഗുണം 100% ഔഷധ ഗുണമുള്ള, വെറുതെ പറയുന്നതല്ല, കേന്ദ്രത്തിൻ്റെ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിച്ച ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ഇന്ത്യക്കകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ചിലവാകാൻ പോകുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിലവാകുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ പദാർത്ഥം അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെൻ്റ് ഫോർമുലേറ്റ് ചെയ്ത ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ സജീവ് കുമാർ. ഇന്ത്യയിലുടനീളം മാർക്കറ്റ് ചെയ്യപ്പെടുന്ന വെൽനസ് ഉൽപ്പന്നങ്ങളിൽ മറ്റെല്ലാ കമ്പനികൾക്കും കൂടെ ഗവൺമെൻറ്റിൻ്റെ ആയുഷ് ഡിപ്പാർട്ട്മെൻറ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ്, ന്യൂട്രാസ്യൂട്ടിക്കൽ വാല്യൂ അല്ലെങ്കിൽ ന്യൂട്രാസ്യൂട്ടിക്കൽ ഗ്രേഡ് കിട്ടിയ 7 പ്രോഡക്ട്സ് മാത്രമുള്ളപ്പോൾ ഇദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള 11 പ്രോഡക്ട്സിനാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ന്യൂട്രാസ്യൂട്ടിക്കൽ ഗ്രേഡ് റിക്വസ്റ്റ് ചെയ്തത്. ആ 11 പ്രോഡക്ട്സിന് ന്യൂട്രാസ്യൂട്ടിക്കൽ പദവി കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കണം. ഡയബറ്റിക്സ് രോഗികളുണ്ടെങ്കിൽ, തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവരുണ്ടെങ്കിൽ, PCOD പ്രശ്നങ്ങളുള്ളവരുണ്ടെങ്കിൽ, മാത്രമല്ല ലൈഫ് സ്റ്റൈൽ ഡിസീസ് എല്ലാം, ഹൃദ്രോഗം, സ്ട്രോക്ക്, ഇതിനെല്ലാം പരിഹാരമുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഡോക്ടറുടെ വിലയേറിയ സമയത്തിൽ ഞാൻ കുറച്ച് അപഹരിച്ചു. പക്ഷേ ഇവിടെ ഇരിക്കുന്നവർക്ക് ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്നും ഡോക്ടർക്ക് പറയാനാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഡോക്ടറുടെ സംസ്കാരം അതല്ല. പക്ഷേ ഇതിവിടെയിലിരിക്കുന്നതിൽ പലരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ വേണ്ടപ്പെട്ടവരാണ്. They have to understand the truth. സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. അതൊരു സത്യമാണെങ്കിൽ ഞാൻ പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ടാണ് അത്രയും സമയം ഡോക്ടറുടെ സമയത്ത് ഞാൻ അപഹരിച്ചത്. ഇനി ഒന്നും പറയുന്നില്ല. ഡോക്ടറെ ഹാർദമായി നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന ബാക്കി നിങ്ങളെ കേൾക്കാൻ എത്തിയിരിക്കുന്നത്, ഡോക്ടറെ ശ്രവിക്കാൻ, ഡോക്ടറുടെ വിലയേറിയ വാക്കുകൾ ശ്രദ്ധിക്കാൻ എത്തിയിരിക്കുന്ന നിങ്ങളാണ് ഇന്നത്തെ ശരിക്കും യഥാർത്ഥ ഗസ്റ്റ്. ശ്രീകുമാർ സാർ, ഞാൻ അദ്ദേഹത്തിന് ഒരു അപരനാമധേയം കൂടെ ഉണ്ട്. അത് ഹിമാലയ സാനുക്കളിലെ അധിവസിക്കുന്ന ഋഷിമാരിൽ ഒരാൾ നൽകിയ പേരാണ്. 2 വർഷം അദ്ദേഹം അങ്ങനെ ഒരു ഋഷി സമൂഹത്തിനോടൊപ്പമായിരുന്നു. അവർ കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയ പേരാണ് വിചാരബിന്ദു. ആ പേരിൽ അദ്ദേഹം ഒരുപാട് ഓൺലൈനിൽ ഒരുപാട് നല്ല പ്രചോദനാത്മകമായ ഏതെങ്കിലും വാക്കുകൾ അദ്ദേഹം എല്ലാ ദിവസവും കൊടുക്കാറുണ്ട്. എല്ലാവർക്കും വേണ്ടി
നിങ്ങളെ ഏവരെയും അങ്ങേയറ്റത്തെ സന്തോഷത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ എന്ന് പറയുമ്പോൾ ഒരുപാട് അനുഭവ സമ്പത്തുകളുള്ള ഒരാൾക്കാരാണ്. നമ്മൾ സാധാരണ ആളുകളെ പോലെയല്ല, ഒരുപാട് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയ ആൾക്കാരാണ്. ഞാൻ കൃഷ്ണൻകുട്ടി സാറോട് പറഞ്ഞിട്ടായിരുന്നു, നിങ്ങളുടെ അസോസിയേഷനിൽപ്പെട്ട ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്ക് നമുക്ക് കാര്യമായിട്ടൊരു പ്രോഗ്രാം തന്നെ പ്രൊവൈഡ് ചെയ്യാം. ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടാത്ത ഒരാൾക്കാരില്ല. നമ്മൾ ആരോഗ്യരംഗം വളരെ ഫലവത്തായി ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാലും അത് നമുക്കൊരു സൃഷ്ടി മാത്രമാണ്. ആരോഗ്യരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തകർച്ചയുടെ ഒന്നാണ് നമ്മുടെ ഡെൻ്റൽ കോളേജിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മളിന്ന് ഫേസ് ചെയ്യുന്ന രോഗങ്ങളുടെ ഒരു 80% രോഗങ്ങളെടുത്താലും അതിനുള്ള അടിസ്ഥാന കാരണം നമ്മുടെ വായയുടെ ശുചീകരണമാണ്. 90% രോഗം തന്നെ വായിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതിന് നമ്മൾ എക്സ്പ്ലനേഷൻ പറയുന്നതാ, ഇന്ന് പണ്ടത്തേക്കാൾ വൃത്തിയാക്കിയിട്ട് വായ 2 നേരമല്ല 3 നേരമൊക്കെ പല്ല് തേക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ആ ജീവിതശൈലിയിൽ നമ്മൾ സംഭവിച്ച കാലക്രമങ്ങളിലൂടെ തെറ്റായി വന്ന മാറ്റങ്ങളാണ് ഇന്ന് നമ്മളെ ചിരകാല രോഗികളായിട്ട് മാറുന്നത്. ഒരു 7-8 കൊല്ലം മുമ്പേ കോട്ടയം ഭരണങ്ങാനത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ നമ്മുടെ എന്താ പറയുക, അതിൽ പാണ്ട് എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ. അപ്പോൾ പാണ്ട് എന്ന് പറയുന്ന രോഗത്തിനെ പറ്റി ആരെന്തോ ചോദിച്ചു. അപ്പോൾ ഒരു ടോപ്പിക് പറഞ്ഞതാണ്. അപ്പോൾ പാണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഷോർട്ട് കട്ടിലൂടെ ഒന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ഇപ്പോൾ ആയുർവേദത്തിൻ്റെ വീലെടുക്കുകയാണെങ്കിൽ വളരെ കാര്യപ്രസക്തമായി ചർച്ച ചെയ്യേണ്ട ഒരു രോഗമാണ് നമ്മുടെ കരിങ്കോഴി എന്ന് പറയുന്ന സാധനം. അതിപ്പോൾ ഹൈബ്രിഡ് ഉണ്ട്, അതല്ല റിയൽ കരിങ്കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാംസം കട്ട് ചെയ്ത് ബ്ലഡ് കുറച്ച് നേരം ഇരുന്ന കരിമഷി പോലെ ഇരിക്കും. അതാണ് ആ കറക്റ്റ് ആ സാധനമാണോ തിരിച്ചറിയാൻ പറ്റാവുന്നത്. പിന്നെ മാംസം കറി വെച്ച് കഴിഞ്ഞാലും കരിക്കട്ട പോലെ ഇരിക്കും, ഒരു വെള്ള കളർ പോലെ ഇറച്ചി കാണില്ല. ഇത് കറക്റ്റായിട്ടൊരു 6 മാസം സൂപ്പ് വെച്ച് കഴിക്കാൻ പറഞ്ഞു. 26 വയസ്സുള്ള പയ്യനാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്നെ വിളിക്കുന്നുണ്ട്. എങ്ങനെയോ നമ്പർ തപ്പിപ്പിടിച്ച് എന്നെ വിളിച്ചു. പിന്നെ ഞാൻ എഗലവിനെ പോലെ സാറെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ കക്ഷി ഇത് സൂപ്പ് വെച്ച് ഒരു 6 മാസം ഉപയോഗിച്ചപ്പം കംപ്ലീറ്റ് ആ സംഭവമേ ക്ലിയറായി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പ്രധാനമായി കൈവച്ചിരിക്കുന്ന മേഖല എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ മെഡിസിൻ പ്ലാന്റ്സിൻ്റെ റിസർച്ചായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട മേഖല. അതിൽ മാറിയിട്ടാണ് ഒരു വഴി തെറ്റിയിട്ടാണ് ഞാൻ വീഡ്സ് പ്ലാന്റ്സിലുള്ള ഒരു ഗവേഷണം ആരംഭിച്ചത്. വീഡ്സ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കളകൾ, ഇവിടെ എന്താ പറയുക, കള തന്നെയല്ലേ. നമുക്ക് എന്താണോ വേണ്ടത് ആ സാധനം ക്രിയേറ്റ് ചെയ്യാൻ ആ വീഡ്സുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഞാൻ കണ്ടെത്തിയ ഗവേഷണം. നിങ്ങളുടെ ഓരോരുത്തരും എൻ്റെ അന്നം ഔഷധം ബുക്ക് 5 പേർക്ക് കൊടുക്കുക. അതിനെ ബാക്കി ഫോളോപ്പ് ചെയ്യുന്ന കാര്യം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യും. അപ്പോൾ ഇതുവരെ എൻ്റെ സ്പീച്ച് കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരവും നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വൈകിയ വേളയിൽ കൂടുതലായി ഞാൻ പ്രസംഗിച്ചാൽ അത് അധിക പ്രസംഗമായി പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ചുരുക്കുന്നു. കളകൾ കളയേണ്ടതല്ല, അത് സമൃദ്ധമായി ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതിൻ്റെ ഒരു മാർഗനിർദ്ദേശമാണ് ഇവിടെ നൽകിയത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഹിതമായ ഭക്ഷണം വേണം കഴിക്കാൻ. വയറ് നിറയ്ക്കാൻ, കുമ്പ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം വലിച്ചു വാരി കഴിച്ചാൽ നിത്യരോഗിയായിപ്പോകും.
എന്ന് സംക്ഷിപ്തമായി പറയുകയായിരുന്നു ചെയ്തത്. ശരീരത്തെ ശരീരം എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കാനുള്ള ആർജവമുണ്ടാകണം. നമ്മുടെ ശരീരത്തെ നാം ശ്രദ്ധിക്കാറേയില്ല. ദാഹം തോന്നുന്നതുവരെയും വെള്ളം കുടിക്കാതിരിക്കുകയും ശരീരത്തിന് ക്ഷീണം തോന്നിയാൽ വെള്ളം കുടിച്ചു നോക്കിയാൽ ഉണ്ടാകുന്ന ഉത്തേജനവും ഉന്മേഷവും എത്രമാത്രമാണെന്ന് അനുഭവിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ജീവിതം സാർത്ഥകമാകുന്നത്. സാർത്ഥക ജീവിതത്തിൻ്റെ ആദ്യത്തെ പടിയാണ് അന്നം, ഔഷധം. അതിൻ്റെ അടുത്ത പടിയാണ് മാനസിക സംഘർഷമില്ലാതിരിക്കുക എന്ന് പറയുന്നത്. അന്നം, ഔഷധത്തിലൂടെ സ്വസ്ഥ ശരീരം ഉണ്ടാക്കിയാൽ മാത്രമേ സ്വസ്ഥമായ മനസ്സുണ്ടാവുകയുള്ളൂ. അതിന് ഇതുപോലുള്ള സംഘങ്ങളും ഇതുപോലുള്ള സംഘാടനങ്ങളും ഉണ്ടാകണം. അതിന് എല്ലാവർക്കും, ഇവിടെ ആദ്യമായി വന്നു ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഇത് സംഘടിപ്പിച്ച സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ സിൽവർ ഹോമിന് എൻ്റെ അഗൗരവമായ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പേര്. നിങ്ങൾക്കെല്ലാവർക്കും സ്വസ്ഥതയുള്ള ഒരു ജീവിതമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.